Hi dears, ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെം BBA FIUGയുടെ ഭാഗമായിട്ട് വരുന്ന ഫൗണ്ടേഷൻസ് ഫോർ ബിസിനസ് ഡാറ്റ അനലിറ്റിക്സ് എന്ന പേപ്പറിൻ്റെ എക്സാം ഓറിയൻറ്റഡ് ക്ലാസ് ആണ്. നമ്മൾ ഈ ഒരു പേപ്പർ എക്സാമിൻ്റെ കൂടി തയ്യാറപ്പെടുത്തുമ്പോൾ ഏതെല്ലാം ഏരിയക്ക് പ്രാധാന്യം നൽകണം, ഏതെല്ലാം ഏരിയന് 3 മാർക്ക് 6 മാർക്ക് 10 മാർക്ക് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും എന്നതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു ക്ലാസ്സാണ്. അപ്പോൾ എല്ലാവർക്കും പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഫൗണ്ടേഷൻസ് ഫോർ ബിസിനസ് ഡാറ്റ അനലിറ്റിക്സിൻ്റെ സിലബസിൽ 4 മൊഡ്യൂളുകളാണ് വരുന്നത്. അതിൽ ഒന്നാമത്തെ മൊഡ്യൂൾ വരുന്നത് ഇൻട്രൊഡക്ഷൻ ടു ബിസിനസ് അനലിറ്റിക്സ് ആൻഡ് പ്രോബിലിറ്റി ആണ്. അപ്പോൾ അവിടെ 2 ഏരിയ ഉണ്ട്. ഒരു ഏരിയ ബിസിനസ് അനലിറ്റിക്സും മറ്റൊരു ഏരിയ പ്രോബിലിറ്റിയും. സെക്കൻഡ് മൊഡ്യൂൾ തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. തേർഡ് മൊഡ്യൂൾ സാമ്പിളിംഗ്, കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ അനാലിസിസ് ആണ്. ഫോർത്ത് മൊഡ്യൂൾ വരുന്നത് ടൈം സീരീസ് ആൻഡ് ഇൻഡെക്സ് നമ്പറാണ്. ഈ 4 മൊഡ്യൂളുകളിൽ കഴിഞ്ഞ വർഷത്തെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ ഈ 2 മൊഡ്യൂൾ, മൂന്നാമത്തെ മൊഡ്യൂളിൽ നിന്നും 4ാമത്തെ മൊഡ്യൂളിൽ നിന്നാണ് കൂടുതൽ പ്രോബ്ലംസ് വരുന്നത്. അപ്പോൾ ഈ 2 മൊഡ്യൂളിലാണ് നിങ്ങൾ പ്രോബ്ലത്തിൻ്റെ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. ബാക്കിയുള്ള മൊഡ്യൂളിൽ നിന്നൊക്കെ ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് ഒരു പ്രോബ്ലമൊക്കെയാണ് വരുന്നത്. അപ്പോൾ മൂന്നാമത്തെ മൊഡ്യൂളിൽ നിന്നും 4ാമത്തെ മൊഡ്യൂളിൽ നിന്നും പ്രോബ്ലത്തിന് നല്ലവണ്ണം പ്രാധാന്യം കൊടുക്കുക. ആ മൊഡ്യൂളിനെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു പേപ്പറിൽ പ്രോബ്ലംസ് ഇടുന്നത്. അപ്പോൾ ഓരോ മൊഡ്യൂളിലെയും കാര്യം നമുക്ക് ഡീറ്റെയിൽഡ് നോക്കാം. മൊഡ്യൂൾ 1 ഇൻട്രൊഡക്ഷൻ ടു ബിസിനസ് അനലിറ്റിക്സ് ആൻഡ് പ്രോബിലിറ്റി. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിൽ 2 ഏരിയകളാണ് വരുന്നത്. ഒരു ഏരിയ ബിസിനസ് അനലിറ്റിക്സ്, മറ്റൊരു ഏരിയ പ്രോബിലിറ്റി. അതിൽ ബിസിനസ് അനലിറ്റിക്സിൽ നമ്മൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ട ടോപ്പിക്കുകളാണ്. എന്താണ് ബിസിനസ് അനലിറ്റിക്സ്, അതിൻ്റെ മീനിങ് കൃത്യമായിട്ട് പഠിക്കണം. കഴിഞ്ഞ വർഷത്തെ യൂണിവേഴ്സിറ്റി എക്സാമിനൊക്കെ 3 മാർക്കിന് വന്നിട്ടുള്ള ചോദ്യമാണ് ബിസിനസ് അനലിറ്റിക്സ്. ദെൻ വൈ അനലിറ്റിക്സ്, എന്തിനാണ് ഈ ബിസിനസ് അനലിറ്റിക്സ് ചെയ്യുന്നത്, അതായത് വാട്ട് ആർ ദ റീസൺസ്. അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് ബിസിനസ് അനലിറ്റിക്സ്. ഈ ഒരു ഏരിയക്ക് നമ്മൾ ഡീറ്റെയിൽഡ് ക്ലാസ് ഈ ഒരു ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് വാച്ച് ചെയ്യാം. അപ്പോൾ എന്താണ് ബിസിനസ് അനലിറ്റിക്സ് അറിഞ്ഞിരിക്കണം, എന്തിനാണ് ഈ ബിസിനസ് അനലിറ്റിക്സ് ചെയ്യുന്നതായിരിക്കണം, അതിൻ്റെ ടൈപ്സും ഇവിടെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. പിന്നീട് വരുന്ന വളരെ പ്രധാനപ്പെട്ട ഏരിയയാണ് പ്രോബബിലിറ്റി. പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ ചാൻസ് ഓഫ് ഒക്യൂറിങ് ഓർ നോൺ ഒക്യൂറിങ് ഓഫ് ആൻ ഇവൻറ്റ്. ഒരു ഇവൻറ്റ് നടക്കാനുള്ള അല്ലെങ്കിൽ നടക്കാതിരിക്കാനുള്ള സാധ്യതക്കാന്ന് പറയുന്നത് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ നമ്പർ ലേയിങ് ബിറ്റ്വീൻ 0 and 1. പ്രോബബിലിറ്റി എപ്പോഴും എന്തായിരിക്കും, 0ക്കും 1നും ഇടയിൽ ആയിരിക്കും. പിന്നീട് ഇവിടെ അറിഞ്ഞിരിക്കേണ്ട മറ്റു പ്രധാനപ്പെട്ട 2 കോൺസെപ്റ്റുകളാണ്. ഒന്ന് റാൻഡം എക്സ്പെരിമെൻറ്റ്, മറ്റൊന്ന് സാമ്പിൾ സ്പേസ്. ഈ 2 കോൺസെപ്റ്റുകളും റിപ്പീറ്റ് ചെയ്ത് ചോദ്യങ്ങൾ വരുന്നുണ്ട്. 3 മാർക്കിന് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന 2 ചോദ്യങ്ങളാണ്. ഒന്ന് റാൻഡം എക്സ്പെരിമെൻറ്റും മറ്റൊന്ന് സാമ്പിൾ സ്പേസും. അപ്പോൾ ഇതിൻ്റെ 2ൻ്റെയും കറക്റ്റ് മീനിങ് പഠിക്കാം. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇവൻറ്റ്സ് ആൻഡ് ടൈപ്സ് ഓഫ് ഇവൻ്റാണ്. പ്രോബബിലിറ്റിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ഇവൻറ്റ്. അതിൽ ഒരുപാട് ഇവൻ്റ് ഉണ്ട്. ഓരോ ഇവൻറ്റിൻ്റെയും ടൈപ്സ് 3 മാർക്കിന് വരാം, അല്ലെങ്കിൽ ഇവൻറ്റ്സിൻ്റെ ടൈപ്സ് എന്ന് പറഞ്ഞ ചോദ്യം വരാം. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് 3 മാർക്കിൻ്റെ ചോദ്യമാണ്. അതിൽ ഡിപ്പെൻഡൻറ്റ് ഇവൻ്റ് ഉണ്ട്, എന്താണ് അറിഞ്ഞിരിക്കണം. ഇൻഡിപെൻഡൻറ്റ് ഇവൻ്റ് ഉണ്ട്, അതെന്താണ് അറിഞ്ഞിരിക്കണം. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻ്റ് എന്താണ്, മ്യൂച്വലി ഇൻക്ലൂസീവ് ഇവൻ്റ് എന്താണ്, ഈക്വലി ലൈക്ലി ഇവൻ്റ് എന്താണ്, ഷുവർ ഇവൻ്റ് എന്താണ്, ഇമ്പോസിബിൾ ഇവൻ്റ് എന്താണ്. ഇതിൻ്റെയൊക്കെ ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവരൊക്കെ ക്ലാസ്സുകൾ വാച്ച് ചെയ്യാം. അപ്പോൾ ഇവൻറ്റും അതിൻ്റെ ടൈപ്സും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതിൽ തന്നെ ഇൻഡിപെൻഡൻറ്റ് ഇവൻ്റാണ് കഴിഞ്ഞ വർഷത്തെ യൂണിവേഴ്സിറ്റി എക്സാമിന് ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് അൽജിബ്ര ഓഫ് ഇവൻ്റാണ്. അതായത് അൽജിബ്ര എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് പ്രോബബിലിറ്റി ആണ്. അതായത് മാത്സ് അപ്ലൈ ചെയ്യാം, പ്രോബബിലിറ്റിയിൽ മാത്സ് അപ്ലൈ ചെയ്യാം. ഇവിടെ അൽജിബ്രയുടെ അർത്ഥമാക്കുന്നത് അഡീഷണൽ തിയറം, മൾട്ടിപ്ലിക്കേഷൻ തിയറം ആണ്. അൽജിബ്രയുടെ അർത്ഥമാക്കുന്നത് അഡീഷണൽ തിയറം എ യൂണിയൻ ബി ആണ്. എ യൂണിയൻ ബി ഈക്വൽ ടു എന്താണ്, പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് ബി ആണ്. എ യൂണിയൻ ബി ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് ബി ആണ്. എയും ബിയും കൂട്ടുക, അതാണെന്ത് എ യൂണിയൻ ബി. ദെൻ എ ഇൻ്റർസെക്ഷൻ ബി ഉണ്ട്, പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു ബി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട തിയറീസും പ്രോബ്ലംസൊക്കെ നമ്മൾ ആൾറെഡി ഡിസ്കസ് ചെയ്താണ്. ആ വീഡിയോസൊക്കെ വാച്ച് ചെയ്യാം. പിന്നീട് ഇവിടെ അറിഞ്ഞിരിക്കേണ്ടതാണ് എസ്റ്റിമേഷൻ ഓഫ് യൂസിങ് റിലേറ്റീവ് ഫ്രീക്വൻസി.
പ്രധാനമായിട്ടും പ്രോബബിലിറ്റിക്ക് 3 അപ്രോച്ചുകളാണുള്ളത്. ഒന്ന് ക്ലാസിക്കൽ അപ്രോച്ച്. ക്ലാസിക്കൽ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന പ്രോബബിലിറ്റിയിലെ അപ്രോച്ചാണിത് ക്ലാസിക്കൽ അപ്രോച്ച്. ഫേവറബിൾ ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പറാണ്. ദെൻ അപ്പോൾ പിന്നീട് വരുന്നതാണ് റിലേറ്റീവ് ഫ്രീക്വൻസി അപ്രോച്ച്. അപ്പോൾ എന്താണ് റിലേറ്റീവ് ഫ്രീക്വൻസി അപ്രോച്ച് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക, അതിൻ്റെ ഇക്വേഷനും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ഒരു 3 മാർക്കിന് ചോദ്യം വരികയാണെങ്കിൽ സാധ്യതയുള്ളൂ, വലിയൊരു പ്രധാനപ്പെട്ട ഏരിയ ഒന്നല്ല. ദെൻ ആക്സിയോംസ് ഓഫ് പ്രോബബിലിറ്റി. അപ്പോൾ മൂന്നാമത്തെ ഡെഫിനിഷൻ അല്ലെങ്കിൽ അപ്രോച്ചാണിത് ആക്സിയോംസ്. ഒന്ന് ക്ലാസിക്കൽ അപ്രോച്ചാണ്, 2 ഫ്രീക്വൻസി റിലേറ്റീവ് ഫ്രീക്വൻസി അപ്രോച്ചാണ്, 3 ആക്സിയോംസ് ഓഫ് പ്രോബബിലിറ്റി. അപ്പോൾ ഈ 3 അപ്രോച്ചും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. പിന്നീട് ഇവിടെ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ടേമാണ് എന്താണ് ജോയിൻറ്റ് പ്രോബബിലിറ്റി, അതുപോലെ തന്നെ എന്താണ് കണ്ടീഷൻ പ്രോബബിലിറ്റി. കണ്ടീഷൻ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ ബി ഗിവൺ എയും എ ഗിവൺ ബിയും ആണെന്ത് കണ്ടീഷണൽ പ്രോബബിലിറ്റി. അപ്പോൾ 3 ടേമുകൾ ഇവിടെ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. പിന്നീട് പ്രോബബിലിറ്റിയുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ്. അപ്പോൾ ഒരു പ്രോബ്ലം, ഒരു 6 മാർക്കിൻ്റെ പ്രോബ്ലമാണ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും പ്രോബബിലിറ്റിയിൽ നിന്ന് കാണുന്നത്. അപ്പോൾ പ്രോബബിലിറ്റിയുമായി ബന്ധപ്പെട്ട പ്രോബ്ലം ലഭിക്കണമെങ്കിൽ നിങ്ങൾ എല്ലാ രീതിയിലുള്ള പ്രോബ്ലം സോൾവ് ചെയ്യണം. അതായത് കോയിൻ്റെ കേസിലുള്ള പ്രോബ്ലം സോൾവ് ചെയ്യണം, ഡൈസിൻ്റെ കേസിലുള്ള പ്രോബ്ലം സോൾവ് ചെയ്യണം, കാർഡുണ്ട് ചീട്ട് അതിൻ്റെ കേസിലുള്ള പ്രോബ്ലം സോൾവ് ചെയ്യണം. അത്രയും ഭാഗത്തു നിന്നാണ് പ്രധാനമായിട്ടും ഈ ഒരു ഏരിയയിൽ നിന്ന് പ്രോബ്ലം വരാൻ സാധ്യതയുള്ളൂ. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ക്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ആവശ്യമുള്ളവരൊക്കെ വാച്ച് ചെയ്യുക. പിന്നീട് ഇവിടെ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റാണ് ബൈസ് തിയറം. കഴിഞ്ഞ വർഷത്തെ യൂണിവേഴ്സിറ്റി എക്സാമിനൊക്കെ ഈ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. ബൈസ് തിയറം പറഞ്ഞാൽ ഇൻവേഴ്സ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനാണ്. കൃത്യമായിട്ട് മനസ്സിലാക്കുക, ബൈസ് തിയറം എന്താണ്? ഇൻവേഴ്സ് അല്ലെ, റിവേഴ്സ് ആണ്. അതായത് പ്രോബബിലിറ്റിക്ക് നേരെ ഓപ്പോസിറ്റാണിത് ബൈസ് തിയറം. ബൈസ് തിയറം ഡെവലപ്പ് ചെയ്തത് തോമസ് ബൈ ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബൈസ് തിയറം എന്താണ്, അതിൻ്റെ ഇക്വേഷനും ഒരു സിമ്പിൾ പ്രോബ്ലം വരാൻ സാധ്യത വളരെ കുറവാണ്. തിയറിയാണ്, ബൈസ് തിയറുമായി ബന്ധപ്പെട്ട തിയറിയാണ് വരാൻ സാധ്യത. നല്ലവണ്ണം ആ തിയറിക്ക് പ്രാധാന്യം നൽകാം. ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ കാര്യങ്ങളും പറഞ്ഞു. 2 ഏരിയ വരുന്നത്, ഒരു ഏരിയ ബിസിനസ് അനലിറ്റിക്സ്, അതിലാകെ ചെറിയ ടോപ്പിക്കുകൾ വരുന്നത്. ആ ചെറിയ ടോപ്പിക്കുകൾ നിർബന്ധമായിട്ടും പഠിക്കുക. ദെൻ പ്രോബബിലിറ്റീൻ്റെ ഏരിയയാണ്, ആ പ്രോബബിലിറ്റിയുമായി ബന്ധപ്പെട്ട ഓരോ ടേമുകളും കൃത്യമായിട്ട് പഠിക്കുക. ഇവിടെ വലിയ ചോദ്യങ്ങൾക്ക് കൂടുതൽ 3 മാർക്കിൻ്റെ ചോദ്യമാണ് ഈ ഒരു ഏരിയയിൽ നിന്ന് കൂടുതൽ വരാൻ സാധ്യത. നെക്സ്റ്റ് മൊഡ്യൂൾ 2 തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷനാണ്. ഇവിടെ നമ്മൾ ഫസ്റ്റ് അറിഞ്ഞിരിക്കുന്നത് എന്താണ് റാൻഡം വേരിയബിൾ എന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ എന്താണ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ, PDF എന്താണ്, പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്താണ്. അതുപോലെ തന്നെ കുമുലേറ്റീവ് ഫ്രീക്വൻസി ഫംഗ്ഷൻ അതായത് കണ്ടിന്യൂസ് റാൻഡം വേരിയബിളാണ്. കുമുലേറ്റീവ് ഫ്രീക്വൻസി ഫംഗ്ഷൻ ഓഫ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ, ആ ടോപ്പിക് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. റാൻഡം വേരിയബിളും പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനും അതുപോലെ തന്നെ കുമുലേറ്റീവ് ഫ്രീക്വൻസി ഫംഗ്ഷൻ. ഇവിടെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസാണ്. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനാണ്. അതിൽ പ്രധാനമായിട്ടും 3 ഡിസ്ട്രിബ്യൂഷനാണ് വരുന്നത്. ഒന്ന് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, 2 പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ, 3 നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ഈ 3 ഭാഗത്തും നമ്മൾ പഠിക്കേണ്ട കാര്യം പറഞ്ഞാൽ ഇതിൻ്റെ 3ൻ്റെയും പ്രോപ്പർട്ടീസ്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്താണ്? ഒരു ഡിസ്ക്രിപ്റ്റീവ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനാണ്. അവിടെ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും. അതായത് നമ്പർ ഉണ്ടായിരിക്കും 10 വട്ടം 20 വട്ടം കോയിൻ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്താണ്? അത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനാണ്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഇക്വേഷൻ കൃത്യമായിട്ട് പഠിക്കുക. സിമ്പിൾ പ്രോബ്ലം നോക്കുക. വളരെ റയർ കേസിലെ ഇവിടുന്ന് പ്രോബ്ലം വരാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ഇവിടെ പ്രോബ്ലത്തിന് വലിയൊരു പ്രാധാന്യമല്ല. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനും അതിൻ്റെ ഇക്വേഷനും ദെൻ പ്രോപ്പർട്ടീസും നിർബന്ധമായിട്ടും പഠിക്കണം. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഇക്വേഷൻ എന്താ? NCX P⁻x Q⁻n−x. ആ ഇക്വേഷൻ കൃത്യമായിട്ട് പഠിക്കണം. അതുപോലെ തന്നെ പ്രോപ്പർട്ടീസും പഠിക്കണം. പ്രോബ്ലം ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. വലിയൊരു പ്രാധാന്യം. അതായത് ഈ ഒരു പേപ്പറിൽ ലാസ്റ്റ് 2 മൊഡ്യൂളിൽ നിന്നാണ് പ്രോബ്ലംസ് കൂടുതൽ കണ്ടുവരുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ പ്രോബ്ലംസ് ഉണ്ട്, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ദെൻ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ. ബൈനോമിയൽ നമ്മൾ പറഞ്ഞു കൗണ്ടബിളിൻ്റെ കേസിലാണ് ഉപയോഗിക്കുക. അതായത് കൗണ്ട് ചെയ്യാൻ പറ്റും. അൺകൗണ്ടബിൾ ആകുമ്പോൾ ഉപയോഗിക്കുന്ന
പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണിത്, പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ. ഇതും എന്താണ്, ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ബൈനോമിയൽ ഡിസ്ക്രീറ്റ് ആണ്, പോയിസൺ ഡിസ്ക്രീറ്റ് ആണ്. എന്താ മാറ്റം എന്താണ്, ബൈനോമിയൽ n കൗണ്ടബിൾ ആണ്, പോയിസണിൽ n അൺകൗണ്ടബിൾ ആണ്. സപ്പോസ് അല്ലേ, നമ്പർ ഓഫ് ആക്സിഡൻറ്റ് ഇൻ ബിസി റോഡ്, അതായത് ഒരു ബിസി നല്ലോണം തിരക്ക് പിടിച്ച റോഡിൽ ഒരു വർഷത്തിൽ അല്ലെങ്കിൽ ഒരു മാസം എത്ര ആക്സിഡൻറ്റ് സംഭവിക്കും, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ഒരു കമ്പനി ബൾബ് മാനുഫാക്ചറാണ്, അതിൽ എത്ര ബൾബ്, ഇപ്പോൾ 100 ബൾബ് മാനുഫാക്ചർ, എത്ര ബൾബ് ഡിഫക്റ്റീവ് ആവും, കേടുപാട് സംഭവിക്കും, അല്ലെങ്കിൽ പ്രകാശിക്കില്ല. അത്തരം കേസാണ് നമ്മൾ എന്ത് പറയുന്നത്, പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കൗണ്ട് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ മറ്റൊരു എക്സാമ്പിൾ വെച്ചാൽ ഒരു ബിസി ആയിട്ടുള്ള ടെലിഫോൺ സ്റ്റേഷന്, അതായത് ഫോൺ കോളൊക്കെ വരുന്ന സ്റ്റേഷനിൽ അല്ലേ, 1 മണിക്കൂർ കൊണ്ട് എത്ര ഫോൺ കോൾ വരും നമുക്ക് പറയാൻ കഴിയില്ല. അത്തരം അൺകൗണ്ടബിളിന് വേണ്ടി ഉപയോഗിക്കുന്നതാണിത് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ. നെക്സ്റ്റ് ആണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ഇത് കണ്ടിന്യൂസ് റാൻഡം വേരിയബിളാണ്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്താണ്, കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ. ബൈനോമിയലും പോയിസണും ഡിസ്ക്രീറ്റ് ആണ്, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്താണ്, കണ്ടിന്യൂസ് ആണ്. ഇതിൻ്റെ പ്രോപ്പർട്ടീസ് നിർബന്ധമായിട്ടും പഠിച്ചേക്കുക. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോപ്പർട്ടീസ് നിർബന്ധമായിട്ട് പഠിക്കുക. 3ൻ്റെയും പ്രോപ്പർട്ടി അറിഞ്ഞിരിക്കണം. അതിൽ കുറച്ചും കൂടിയും പ്രാധാന്യം കൊടുക്കുക. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോപ്പർട്ടീസ് അറിഞ്ഞിരിക്കുക. പ്രോബ്ലത്തിന് വലിയൊരു പ്രാധാന്യം കൊടുക്കേണ്ട, ജസ്റ്റ് ഇവിടെ പ്രോബ്ലം ഉണ്ട് എന്ന് എന്ത് ചെയ്യുക, അതിൻ്റെ ഇക്വേഷനും സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസും സോൾവ് ചെയ്യാൻ വേണ്ടി മാത്രം അവിടെ പഠിക്കാം. നെക്സ്റ്റ് നമ്മൾ പ്രാധാന്യം നൽകേണ്ട മറ്റു ടോപ്പിക്കുകളാണ് chi-square ഡിസ്ട്രിബ്യൂഷൻ, അതുപോലെ തന്നെ ടി ഡിസ്ട്രിബ്യൂഷൻ, എഫ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ പ്രോബബിലിറ്റിയിൽ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പേഴ്സ് എന്ന് പറഞ്ഞ ഭാഗത്ത് പാരാമെട്രിക് ടെസ്റ്റും ഉണ്ട്, നോൺ പാരാമെട്രിക് ടെസ്റ്റും ഉണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു നോൺ പാരാമെട്രിക് ടെസ്റ്റാണിത് chi-square ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ chi-square ഡിസ്ട്രിബ്യൂഷൻ എന്താണ്, ഒരു നോൺ പാരാമെട്രിക് ടെസ്റ്റാണ്. കാൽപിയസ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഒബ്സർവ് ഫ്രീക്വൻസിയും എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇവിടെ കൂടുതലും പ്രാധാന്യം നൽകുന്നത്. അപ്പോൾ എന്താണ് chi-square ഡിസ്ട്രിബ്യൂഷൻ, അതിൻ്റെ ഇക്വേഷനും കൃത്യമായിട്ട് പഠിക്കാം. ദെൻ ടി ഡിസ്ട്രിബ്യൂഷൻ ഒരു പാരാമെട്രിക് ടെസ്റ്റാണ്. chi-square എന്തായിരുന്നു, നോൺ പാരാമെട്രിക് ആണ്. ടി ഡിസ്ട്രിബ്യൂഷൻ പാരാമെട്രിക് ടെസ്റ്റാണ്. n സ്മാൾ ആകുമ്പോഴാണ് എന്ത് ഉപയോഗിക്കാം, n ലാർജ് ആണെങ്കിൽ z ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിക്കുക, n സ്മാൾ ആകുമ്പോഴാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക, ടി ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിക്കാം. ദെൻ എഫ് ഡിസ്ട്രിബ്യൂഷൻ. എഫ് ഡിസ്ട്രിബ്യൂഷനാണ് അനോവ, അനാലിസിസ് ഓഫ് വേരിയൻസ്. അപ്പോൾ 3 പ്രോബബിലിറ്റിയുടെ ടെക്സ്റ്റിങ്ങിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നതാണ്. 1 chi-square ഡിസ്ട്രിബ്യൂഷൻ, 2 ടി ഡിസ്ട്രിബ്യൂഷൻ, 3 എഫ് ഡിസ്ട്രിബ്യൂഷൻ. 3ഉം കൃത്യമായിട്ട് മനസ്സിലാക്കുക. തിയറിക്ക് പ്രാധാന്യം നൽകിയാൽ മതി, പ്രോബ്ലത്തിന് വലിയൊരു പ്രാധാന്യം ഈ ഒരു ഏരിയക്ക് നൽകേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് മൊഡ്യൂൾ 3 സാമ്പിളിംഗ്, കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ അനാലിസിസ്. അവിടെ 3 ഏരിയകൾ വരുന്നത്. ഒരു ഏരിയ സാമ്പിളിംഗ്, ഒരു ഏരിയ കോറിലേഷൻ, ഒരു ഏരിയ റിഗ്രഷൻ. ഈ 3 ഏരിയക്കും നല്ലവണ്ണം പ്രാധാന്യം കൊടുക്കണം. മുൻ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ ഈ 3 ഏരിയയിൽ നിന്നും ഒരുപാട് ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സാമ്പിളിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് അറിഞ്ഞിരിക്കണം. കോറിലേഷനുമായി ബന്ധപ്പെട്ട തിയറീസും അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസും 2 ഏരിയയിലാണ് അവിടെ പ്രോബ്ലം വരുന്നത്. ആ 2 ഏരിയയിലെ പ്രോബ്ലംസും നല്ലവണ്ണം പ്രാധാന്യം കൊടുക്കണം. അതുപോലെ തന്നെ റിഗ്രഷൻ്റെ പ്രോബ്ലംസും നല്ലവണ്ണം പ്രാധാന്യം കൊടുക്കേണ്ട ഏരിയയാണ്. ഫസ്റ്റ് സാമ്പിളിങ്ങിൽ നമ്മൾ ഫസ്റ്റ് അറിയിക്കേണ്ടത് എന്താണ് സാമ്പിളിംഗ്. സാമ്പിളിംഗ് കൊണ്ട് അർത്ഥമാക്കുന്നത് റെപ്രസെൻറ്റേറ്റീവ് പാർട്ട് ഓഫ് ദി പോപ്പുലേഷൻ ആണ്. പോപ്പുലേഷൻ്റെ റെപ്രസെൻറ്റേറ്റീവ് പാർട്ട് പറഞ്ഞ പേരാണിത് സാമ്പിളിംഗ്. അതായത് ഒരു കോളേജിൽ മൊത്തം 1500 സ്റ്റുഡൻസ് ഉണ്ട്. അവിടെ അപ്പോൾ 1500ആണിത് പോപ്പുലേഷൻ. ഈ 1500 ഒരു 100 ആൾക്കാർ നമ്മൾ എന്ത് ചെയ്തു, സെലക്ട് ചെയ്തു. ഈ 100 ആൾക്കാർക്ക് പറഞ്ഞ പേരാണിത് സാമ്പിളിംഗ്. ഈ സാമ്പിൾ എടുക്കാൻ നമ്മൾ എന്ത് ചെയ്യും, ഒരുപാട് മെത്തേഡുകൾ അഡോപ്റ്റ് ചെയ്തിരിക്കും. ആ മെത്തേഡാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ടൈപ്സ് ഓഫ് സാമ്പിളിംഗ് പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. ചിലപ്പോൾ തിയറി ഈ ഒരു പേപ്പറിൽ എസ് വരികയാണെങ്കിൽ വരാൻ സാധ്യതയുള്ള ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് സാമ്പിളിംഗ്. ഈ ഒരു പേപ്പറിൽ 2 എസ്സും പ്രോബ്ലം വരുന്നത്. ഇനി തിയറി വരികയാണെങ്കിൽ വരാൻ സാധ്യതയുള്ള ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് സാമ്പിളിംഗ്. ബട്ട് സാമ്പിളിംഗ് ടൈപ്സിൽ പ്രധാനമായിട്ടും 2 ടൈപ്പാണ്. ഒന്ന് പ്രോബബിലിറ്റി സാമ്പിളിങ്ങും മറ്റൊന്ന് നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ്ങും. അതിൽ പ്രോബബിലിറ്റി സാമ്പിളിങ്ങിന്
റാൻഡം സാമ്പിളിംഗ് എന്ന് പറയും. നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ്ങിനെ നോൺ റാൻഡം സാമ്പിളിംഗ് എന്നും പറയും. പ്രോബബിലിറ്റി സാമ്പിളിംഗ് അല്ലെങ്കിൽ റാൻഡം സാമ്പിളിംഗ് കൊണ്ട് അർത്ഥമാക്കുന്നത് പോപ്പുലേഷനിലെ എല്ലാവർക്കും ഈക്വൽ ചാൻസ് ഫോർ ബീങ് സെലക്റ്റഡ്. അതായത് അല്ലേ, ആൾ പോപ്പുലേഷൻ ആസ് എ ഈക്വൽ ചാൻസ് ഫോർ ബീയിങ് സെലക്റ്റഡ്. ഇപ്പോൾ 1500 കുട്ടികളുണ്ടെങ്കിൽ ആ 1500 കുട്ടികൾക്കും ഈക്വൽ ചാൻസ് ആണ് എന്ത് സെലക്ട് ചെയ്യാനുള്ള ഈക്വൽ ചാൻസ് ആണെങ്കിൽ അത്തരം സാമ്പിളിങ്ങിന് പറഞ്ഞ പേരാണ് പ്രോബബിലിറ്റി സാമ്പിളിംഗ്. അതിൽ വരുന്ന സാമ്പിളിംഗ് ആണ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്. എന്താണ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്? കൃത്യമായിട്ട് അതിൻ്റെ മീനിങ് പഠിച്ചിരിക്കണം. എന്താണ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്, എന്താണ് കൃത്യമായിട്ട് അതിൻ്റെ മീനിങ് പറഞ്ഞിരിക്കണം. അതുപോലെ തന്നെ എന്താണ് ക്ലസ്റ്റർ സാമ്പിളിങ്ങും അതിൻ്റെ ടൈപ്സും. അപ്പോൾ 3 പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആണ് മെയിനായിട്ട് വരുന്നത്: സ്ട്രാറ്റിഫൈഡ്, സിസ്റ്റമാറ്റിക്, ക്ലസ്റ്റർ. ദെൻ നോൺ പ്രോബബിലിറ്റി അല്ലെങ്കിൽ നോൺ റാൻഡം സാമ്പിളിംഗ് ആണ് കൺവീനിയൻസ് സാമ്പിളിംഗ്. നമുക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയ ആൾക്കാർ എന്ത് ചെയ്യുക, നമ്മുടെ പഠനത്തിൻ്റെ ഭാഗമാക്കാം. ദെൻ ജഡ്ജ്മെൻറ്റ് ഓർ പർപ്പസീവ് ആണ്. ജഡ്ജ്മെൻറ്റ് ഓർ സ്പെല്ലിങ് ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ജഡ്ജ്മെൻറ്റ് ഓർ പർപ്പസീവ് സാമ്പിളിംഗ്, കോട്ട സാമ്പിളിംഗ്, സ്നോബോൾ സാമ്പിളിംഗ്. അപ്പോൾ ഏതൊക്കെയാണ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ്? കൺവീനിയൻസ് സാമ്പിളിംഗ്, ജഡ്ജ്മെൻറ്റ് ഓർ പർപ്പസീവ് സാമ്പിളിംഗ്, ദെൻ കോട്ട സാമ്പിളിംഗ്, സ്നോബോൾ സാമ്പിളിംഗ്. അപ്പോൾ ഇത്രയാണ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ഉള്ളത്. അപ്പോൾ ഏതൊക്കെയാണ് പ്രോബബിലിറ്റി സാമ്പിളിങ്ങും ഏതൊക്കെയാണ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ്ങും കൃത്യമായിട്ട് കണ്ടുകാണ്ട് ഈ ഒരു ഭാഗം പഠിക്കാം. ഇതിൽ ഏതൊരു ടോപ്പിക്കും, അതായത് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിങ്ങോ സിസ്റ്റമാറ്റിക് സാമ്പിളിങ്ങോ ക്ലസ്റ്ററിലോ സ്നോബോളോ ജഡ്ജ്മെൻറ്റോ ഇതൊക്കെ എന്ത് ചോദിക്കാം, 3 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ടോപ്പിക്കാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇവിടെ വരുന്ന കുറച്ച് ഏരിയകളാണ്. സെൻട്രൽ ലിമിറ്റ് തിയറം. അപ്പോൾ എന്താണ് സെൻട്രൽ ലിമിറ്റ് തിയറം, CLT എന്താണ്, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. പിന്നീട് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയയാണ് കോറിലേഷൻ. കോറിലേഷൻ എന്ന് പറയുന്നത് എന്താണ്? റിലേഷൻ ബിറ്റ്വീൻ 2 വേരിയബിളാണ്. 2 വേരിയബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ പറഞ്ഞ പേരാണിത് കോറിലേഷൻ. അപ്പോൾ 2 അതിൽ കൂടുതലോ വേരിയബിൾ തമ്മിലുള്ള ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പാണിത് കോറിലേഷൻ. കോറിലേഷൻ ഇസ് ദി ഡിഗ്രി ഓഫ് റിലേഷൻ ബിറ്റ്വീൻ 2 or more വേരിയബിൾ. കറക്റ്റ് പഠിച്ചേക്കുക, ഡിഗ്രി ഓഫ് റിലേഷൻ ബിറ്റ്വീൻ 2 or more വേരിയബിൾ ആണിത് കോറിലേഷൻ. ദെൻ ടൈപ്സ് ഓഫ് കോറിലേഷൻ ഏതൊക്കെ ഉണ്ട്? പോസിറ്റീവ് കോറിലേഷൻ ഉണ്ട്, നെഗറ്റീവ് കോറിലേഷൻ ഉണ്ട്, ലീനിയർ കോറിലേഷൻ ഉണ്ട്, നോൺ ലീനിയർ കോറിലേഷൻ ഉണ്ട്, സിമ്പിൾ ഉണ്ട്, പാർഷ്യൽ ഉണ്ട്, മൾട്ടിപ്പിൾ ഉണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് കോറിലേഷൻ? പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം, ലീനിയർ ആവാം, നോൺ ലീനിയർ ആവാം, സിമ്പിൾ, പാർഷ്യൽ, മൾട്ടിപ്പിൾ. ആ ഓരോ ടൈപ്സ് ഓഫ് കോറിലേഷനും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. പിന്നീട് ഇവിടെ വരുന്ന പ്രോബ്ലം ഏരിയ 2 ഏരിയയിലാണ് നമുക്കിവിടെ സിലബസ് ചെയ്തത്. ഒന്ന് കാൾ പിയേഴ്സൺ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ. വളരെ പ്രധാനപ്പെട്ട കോറിലേഷനാണ് കാൾ പിയേഴ്സൺ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ. അതിൻ്റെ ഇക്വേഷനും അതിൻ്റെ പ്രോബ്ലംസും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ദെൻ സ്പിയർമാൻ റാങ്ക് കോറിലേഷൻ. അപ്പോൾ ഈ ഒരു പേപ്പറിൽ ഈ ഒരു ഭാഗത്ത് നിന്ന് ഈ 2 ചോദ്യങ്ങളും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും വരുന്നുണ്ട്. ചിലപ്പോൾ ആയിട്ട് വരുന്നുണ്ട്, ചിലപ്പോൾ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നുണ്ട്. ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ കാൾ പിയേഴ്സൺ ആയിരിക്കും, ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ സ്പിയർമാൻ ആയിരിക്കും. നല്ലവണ്ണം പ്രാധാന്യം കൊടുക്കേണ്ട 2 മേജർ ഏരിയന് വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ഏരിയയും കൂടിയാണിത് ഈ കോറിലേഷന്. അപ്പോൾ കോറിലേഷൻ ഒരിക്കലും സ്കിപ്പ് ചെയ്ത് വളരെ എളുപ്പത്തിൽ മാർക്ക് കിട്ടുന്ന ഒരു ഏരിയയാണ് കോറിലേഷൻ. 2 പ്രോബ്ലം അവിടെ പഠിക്കാനുള്ളൂ. ഒന്ന് കാൾ പിയേഴ്സണും ഒന്ന് സ്പിയർമാൻ്റെ റാങ്ക് കോറിലേഷനും. ദെൻ എന്താണ് റിഗ്രഷൻ അല്ലേ? പ്രെഡിക്റ്റിംഗ് അൺനോൺ വാല്യൂ ഫ്രം നോൺ വാല്യൂ ആണെന്ത് റിഗ്രഷൻ. അതായത് നമുക്ക് തരാത്ത വാല്യൂ കണ്ടുപിടിക്കാം, തന്ന വാല്യൂ കണ്ടുപിടിക്കാം. പ്രെഡിക്റ്റിംഗ് അൺനോൺ വാല്യൂ ഫ്രം നോൺ വാല്യൂ ആണെന്ത് റിഗ്രഷൻ. ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് റിഗ്രഷൻ ലൈനാണ്. y(x) ഉണ്ട്, x(y) ഉണ്ട്, അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസും. അപ്പോൾ ഇവിടെ റിഗ്രഷൻ ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യാനും അത് സോൾവ് ചെയ്യാനും മെയിനായിട്ട് ഇവിടെ ചോദിക്കുന്നത്, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ചോദിച്ചിട്ടുണ്ടത് ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യാനാണ്. y(x)ൻ്റെ ഇക്വേഷനും x(y)ൻ്റെ ഇക്വേഷനും വളരെ എളുപ്പമുള്ള ഏരിയയിലും റിഗ്രഷനൊക്കെ യാതൊരു കോംപ്ലിക്കേഷനും ഇല്ല. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ട ഒരു ഏരിയയാണ് കോറിലേഷനും റിഗ്രഷനും. ഈ ഒരു പേപ്പറിൽ ഞാൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു ഏരിയയാണ് കോറിലേഷനും റിഗ്രഷനും. അതിൻ്റെ പ്രോബ്ലംസ് നിർബന്ധമായിട്ടും പഠിക്കാം. നെക്സ്റ്റ്
മൊഡ്യൂൾ 4 ആണ്. മൊഡ്യൂൾ 4 എന്ത് ടൈം സീരീസ് ആൻഡ് ഇൻഡെക്സ് നമ്പർ. ഒരു 2 ഏരിയയാണ്. ഒരു ഏരിയ ടൈം സീരീസും മറ്റു ഏരിയ ഇൻഡെക്സ് നമ്പറും. ഇതിൻ്റെ രണ്ടിൻ്റെയും മീനിങ് നിർബന്ധമാണ്. എന്താണ് ടൈം സീരീസ്, അതിൻ്റെ സിഗ്നിഫിക്കൻസും നിർബന്ധമായിട്ടും പഠിക്കണം. എന്താണ് ടൈം സീരീസ്, അതിൻ്റെ സിഗ്നിഫിക്കൻസും. ദെൻ മെത്തേഡ്സ് ഓഫ് മെഷറിങ് ടൈം സീരീസ്. അതിൽ 3 മെത്തേഡാണ് വരുന്നത്. ഒന്ന് ഫ്രീ ഹാൻഡ് കർവ് മെത്തേഡ്, മറ്റൊന്ന് മൂവിങ് ആവറേജ് മെത്തേഡ്, ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ്. ഇതിൽ ഈ മൂവിങ് ആവറേജ് മെത്തേഡ് എന്നാണ് പ്രോബ്ലം വരുന്നത്. ഇത് നിർബന്ധമായിട്ടും പഠിക്കണം. അത് 3 ഇയർലി മൂവിങ് ആവാം, 5 ഇയർലി മൂവിങ് ആവാം, 4 ഇയർലി മൂവിങ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ മൂവിങ് ആവറേജ് മെത്തേഡിൻ്റെ പ്രോബ്ലം നിർബന്ധമായിട്ട് പഠിക്കാം. ഒരുപാട് കാര്യങ്ങളൊന്നും ഈ പേപ്പറിൽ പഠിക്കാനില്ല. ഞാൻ 3 ടോപ്പിക്കാണ് പറഞ്ഞത്. കോറിലേഷനിൽ 2 ഏരിയ അല്ലേ, കാൽപിയേഴ്സണും സ്പിയർമാനും. ദെൻ റിഗ്രഷനിൽ പ്രോബ്ലം. പിന്നെ 4ാമത്തെ ഏരിയ പറഞ്ഞത് മൂവിങ് ആവറേജിലെ പ്രോബ്ലം. പിന്നീട് ഇവിടെ സിലബസിൽ വരുന്ന ഒരു ഏരിയയാണ് പ്രൊബോളിക് ട്രെൻഡ് ആൻഡ് ലോഗരിതമിക് ട്രെൻഡ്. ജസ്റ്റ് അതിൻ്റെ ഒരു മീനിങ് നോക്കിയാൽ മതി. വലിയൊരു പ്രധാനപ്പെട്ട ഏരിയ, ജസ്റ്റ് അതിൻ്റെ ഒരു മീനിങ് നോക്കാം. നെക്സ്റ്റ് വരുന്ന ഏരിയയാണ് ഇൻഡെക്സ് നമ്പർ. അപ്പോൾ 2 ഏരിയ എന്ന് പറഞ്ഞു 4ാമത്തെ മൊഡ്യൂൾ. ഒരു ഏരിയ ടൈം സീരീസ്, മറ്റൊരു ഏരിയ ഇൻഡെക്സ് നമ്പർ. ഇവിടെ എന്താണ് ഇൻഡെക്സ് നമ്പർ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. അതിൻ്റെ ടൈപ്സും അറിഞ്ഞിരിക്കണം. ഇൻഡെക്സ് നമ്പറും അതിൻ്റെ ടൈപ്സും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. പിന്നെ പ്രൈസ് ഇൻഡെക്സ്, അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസാണ് ഇവിടെ വരുന്നത്. പ്രൈസ് ഇൻഡെക്സും അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസുമാണ് ഈ ഒരു ഏരിയയിൽ നിന്ന്. അതായത് ഇവിടെ ഒരുപാട് പ്രോബ്ലംസ് ഇൻഡെക്സ് നമ്പറിൽ ഉണ്ടെങ്കിൽ പോലും നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കുമ്പോൾ പ്രൈസ് ഇൻഡെക്സും അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസുമാണ് വരുന്നത്. ദെൻ മെത്തേഡ്സ് ഓഫ് കൺസ്ട്രക്റ്റിംഗ് ഇൻഡെക്സ് നമ്പർ. ലാസ്പിയസ് മെത്തേഡ് ഉണ്ട്, പാസ്റ്റേഴ്സ് മെത്തേഡ് ഉണ്ട്, ബൗളേഴ്സ് മെത്തേഡ് ഉണ്ട്, ഫിഷേഴ്സ് ഇൻഡെക്സ് നമ്പർ ഉണ്ട്, കെല്ലിസ് ഇൻഡെക്സ് നമ്പർ ഉണ്ട്. ഇതിൻ്റെയൊക്കെ ഇക്വേഷൻ ഒന്ന് പഠിച്ചു വെക്കാം. പ്രോബ്ലം വന്ന് കണ്ടിട്ടില്ല, അഥവാ ചോദ്യം വന്നു കഴിഞ്ഞാൽ സോൾവ് ചെയ്യാൻ രീതിയിൽ. അതായത് ഈ ഇൻഡെക്സ് നമ്പർ പ്രോബ്ലം സോൾവ് ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. എല്ലാം ഒരേ രീതി തന്നെയാണ്. അതിൻ്റെ ഇക്വേഷൻ മാത്രം അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, വളരെ എളുപ്പത്തിൽ ഈ 5 ഇൻഡെക്സ് നമ്പറും കാണാം. ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് പ്രൈസ് ഇൻഡെക്സ് ആണ്, അതാണ് ചോദിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ 4 മൊഡ്യൂളിൻ്റെയും കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു. നല്ലവണ്ണം പ്രാധാന്യം നൽകുക. അപ്പോൾ പ്രോബ്ലം ഏരിയ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരികയാണ്. ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകേണ്ട പ്രോബ്ലം ഏരിയ 1 കോറിലേഷൻ. അവിടെ 2 ഭാഗങ്ങളുണ്ട്. കാൽപിയേഴ്സൺ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷനും സ്പിയർമാൻ റാങ്ക് കോറിലേഷനും. ഒരു ഏരിയ റിഗ്രഷൻ, ഒരു ഏരിയ ടൈം സീരീസ്. അതിൽ മൂവിങ് ആവറേജ് 3 ഇയർലിയോ 4 ഇയർലിയോ 5 ഇയർലിയോ. ദെൻ ഇൻഡെക്സ് നമ്പറിൽ പ്രൈസ് ഇൻഡെക്സ്, പ്രോബബിലിറ്റി. ആ ഭാഗത്ത് നിന്ന് ഒരു പ്രോബ്ലംസും. അതാണ് ഈ ഒരു പേപ്പറിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നത്. ഇനി മറ്റു ഭാഗത്തു നിന്നും കൂടുതൽ പ്രോബ്ലം വരാൻ സാധ്യതയില്ല. പ്രോബബിലിറ്റീസിനൊക്കെ ചിലപ്പോൾ വീണ്ടും പ്രോബ്ലം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.